പേജ് നമ്പർ 85 അല്ലേ? മിസ് 85 അത് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ അത് പറയാന്. മിസ് ഈ പുതിയ ചാപ്റ്റർ എടുത്തപ്പോ ഞാൻ അത് ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ല. അപ്പം വിചാരിച്ചു ഇപ്പൊ ഞാൻ റെക്കോർഡഡ് ക്ലാസ് എടുത്ത് നോക്കിയതാ. എവിടെ വരെ പറഞ്ഞു നിർത്തി? AMI വരെ പറഞ്ഞു നിർത്തിയത്. ലാസ്റ്റ് 3 പാരഗ്രാഫിനെ പറ്റിട്ട് വെറുതെ പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് വർക്ക്സും പറഞ്ഞു. ഇയേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് 3 പാരഗ്രാഫ് ഒന്നും ഇതായിട്ടില്ല, വെറുതെ സെൻട്രൽ ഹെമറേജ് ഇൻ മെയ് മരണത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, വെറുതെ പറഞ്ഞുള്ളൂ. 82 ഏജില് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള. അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് തിരുത്തി തന്നോ? എസ്റ്റാബ്ലിഷ് അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ ആംസ്റ്റർഡാം, സൗത്ത് അമേരിക്ക എന്നുള്ളത് ആംസ്റ്റർഡാം ആക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കോ? യെസ് മാം, ഞാൻ വായിക്കാം. Hitler and Mussolini were also attracted to the Montessori method, but by 1934, Mussolini became president of the Montessori Society of Italy, and a clash of opinion developed between Dr. Montessori and Mussolini's leaders. By 1935, the method was banned in Germany by Nazi police, and by 1936, the schools in Italy had also closed. ഹിറ്റ്ലർ അതേപോലെ മുസോളിനി നമ്മള് മോണ്ടിസോറി മെത്തേഡിനോട് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. 1934 മുസോളിനി ആയിരുന്നു മോണ്ടിസോറി സൊസൈറ്റിയുടെ ഇറ്റലിയിലെ പ്രസിഡന്റ് ആയിട്ട് വന്നത്. പിന്നീട് മുസോളിനിയും മോണ്ടിസോറിയും തമ്മിലൊരു ഒപ്പീനിയൻ ക്ലാഷ് വന്നതിന്റെ ഭാഗമായിട്ട് അവര് എന്ത് ചെയ്തു, അതിൽ നിന്ന് പിരിഞ്ഞു. ബൈ 1935 ആയപ്പോഴേക്കും ജർമ്മനിയിലുള്ള എല്ലാ മോണ്ടിസോറി സ്കൂളുകളും എന്ത് ചെയ്തു, അവർ ക്ലോസ് ചെയ്തു. നാസി പോലീസ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് മുസോളിനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. It was in 1939 that Montessori came to India to set up training center and began a course. 1939 കാലഘട്ടത്തിൽ മോണ്ടിസോറി ഇന്ത്യയിലേക്ക് വന്നു, ഒരു ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. She spent the war year interned in India as an Italian national. വാർ പീരീഡില്, വാർ ടൈമില് ഇറ്റാലിയൻ നാഷണൽ ആയിട്ട് ഇന്ത്യയിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമില് ഷീ റോട്ട് സെവറൽ ബുക്സ് ഇൻ വിച്ച് ദ സെൻട്രൽ എലമെന്റ് വർ ദ കെയർ ഓഫ് ഇൻഫന്റ്. ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ, എങ്ങനെയാണ് കുട്ടികളെ കെയർ ചെയ്യേണ്ടത്. ഫോർമുലേറ്റിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, എങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്യണം. വിച്ച് വുഡ് എൻഷുർ പീസ് ത്രൂ മോറൽ റിഫോം, എങ്ങനെയാണ് വേൾഡ് പീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ബുക്സ് മോണ്ടിസോറി റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ talks in India were compiled into many books published under her name. മോണ്ടിസോറിയുടെ പേരിൽ ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. Her talks in India were compiled into many books published under her name. നിങ്ങൾക്ക് PDF കാണാൻ പറ്റുന്നുണ്ടോ ഫുൾ ആയിട്ട്? പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, എന്റെ മാത്രം പ്രശ്നമാണ്, ഞാൻ പറഞ്ഞോളാം. Her talks, okay. In 1947, she was invited back to Italy. 1947 ആയപ്പോഴേക്കും ഇറ്റലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു ടു റീസ്റ്റാർട്ട് ദ മൂവ്മെന്റ്. വീണ്ടും ആ മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. That year, she made her last visit to India also. 1947 ലാസ്റ്റ് ഇന്ത്യയിലേക്ക് മോണ്ടിസോറി ഇന്ത്യയിൽ നിന്ന് പോയത്, വിസിറ്റ് കണ്ടക്ട് ചെയ്തത്. In 1949 ആയപ്പോഴേക്കും 8th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഫറൻസ് ഇറ്റലിയിൽ കണ്ടക്ട് ചെയ്തു. Afterward, many honors were to be bestowed on to her. ഒരുപാട് ഹോണേഴ്സും അംഗീകാരങ്ങളും മോണ്ടിസോറി മെത്തേഡിന് വേൾഡ് വൈഡ് ലഭിച്ചു. She lived to see her educational method being accepted all around the world. ഇന്ന് നമ്മൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യുന്നത് തന്നെ
ആ ഒരു മെത്തേഡിന് കിട്ടിയ അംഗീകാരം തന്നെയാണ്. ഓൾ അറൌണ്ട് ഈ ഒരു മെത്തേഡ് അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയി. ഷീ വാസ് ഓക്കെ ശരി she was nominated for Nobel Prize 3 times and was a delegate to UNESCO conference in Florence, Italy, 1950. She attended 9th International Montessori Conference in London, 1951. 1951 9th International Montessori Conference ഭാഗമാകാൻ പറ്റി. A training course in Australia and lecture in Rome. ട്രെയിനിങ് കോഴ്സ് ഓസ്ട്രേലിയയിലും ലെക്ചർ ക്ലാസ്സുകൾ റോമിലും കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റി. മോണ്ടിസോറി മെയ് 6, 1952 82ാമത്തെ വയസ്സിൽ സെർബൽ ഹെമറേജ് കാരണം മോണ്ടിസോറി മരണം സംഭവിച്ചു. അതിനുശേഷം നമ്മൾ ഇന്നീ കാണുന്ന ഈ മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ പ്രശസ്തി ആയത് മരിയോ മോണ്ടിസോറിയിലൂടെയാണ്. മോണ്ടിസോറി എഴുതിയ ബുക്കുകളും കാര്യങ്ങളും ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തതും ആ ഒരു മോണ്ടിസോറിയുടെ ആ ലെജൻസി ഓഫ് ഹെർ വർക്ക്സ് കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത മരിയോ മോണ്ടിസോറി ആണ്. ഹെർ സൺ മാരിയോ and his children carried on legacy of her work. Her home, Amsterdam, was maintained as a memorial to her dedicated works and run by her son. അപ്പോ ആംസ്റ്റർഡാമില് ഉള്ള മോണ്ടിസോറിയുടെ വീട് ഇന്നും ഒരു മെമ്മോറിയൽ പോലെ തന്നെ, മോണ്ടിസോറിയുടെ ഒരു മെമ്മോറിയൽ പോലെ തന്നെ അത് റൺ ചെയ്യുന്നത് മാരിയോ മോണ്ടിസോറി തന്നെയാണ് കേട്ടോ. നമ്മള് മോണ്ടിസോറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂൾ എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ കാസ ദി ബാബിനിലാണ്. ഏത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്? സ്ട്രീറ്റ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ കുട്ടികളിൽ നിന്ന് ഒരുപാട് ഡിസ്കവറീസ് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെന്റൽ കോൺസെൻട്രേഷൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് വർക്ക്, നോ റിവാർഡ് ഫോർ പണിഷ്മെന്റ്, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, ലവേഴ്സ് ഓഫ് സൈലൻസ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, സെൽഫ് ഡിസിപ്ലിൻ, ഇതെല്ലാം മോണ്ടിസോറി അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് ഡിസ്കവറീസ് ആണ്. ഇതിന്റെ ബേസിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആ ഒരു മൂന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കോ? ലാസ്റ്റ് 3 പാരഗ്രാഫിൽ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതില്ലേ? ഇയേഴ്സ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ ഇയേഴ്സ് നോക്കി പഠിക്കണ്ട കേട്ടോ. കമ്പൽസറി അങ്ങനെ ഇയർ ആയിട്ട് എടുത്ത് പഠിക്കണ്ട. കാസ ദി ബാബിനി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? 1907. ഓക്കെ, അങ്ങനെ ചില ഇയറുകൾ മാത്രം ഞാൻ ഇടപെട്ടുന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രം. ഇതാണ് പിന്നെ പറഞ്ഞ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു 1909 പിന്നെ AMI അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1929. അങ്ങനെ ചിലത് മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഒരുപാട് ഇയേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലാവുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അധികം ഇയർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കേട്ടോ. വെരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പക്ഷെ അത്രയും ഡീപ്പായിട്ട് ഈ ഒരു പോർഷനിൽ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ റീഡ് ചെയ്യാട്ടെ എല്ലാവരും. കാരണം ഇയറിൽ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. മിസ്റ്റേക്ക് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എങ്ങാനും ഇയർ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ട. ബാക്കി അവസാനത്തെ 3 പാരഗ്രാഫിലാട്ടോ.
എല്ലാവരും റെഡി ചെയ്തോ? ടീച്ചിങ് പ്രാക്ടീസിന് പോയി തുടങ്ങിയോ നിങ്ങള്? ഇല്ല മിസ്സേ, പോയി തുടങ്ങിയിട്ടില്ല. ജനുവരി ആയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ജാനുവരി അല്ലേ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇനി നമ്മളൊരു കമ്പാരിസൺ ആണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് എന്നാണ് നമ്മുടെ കമ്പാരിസൺ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് അതാണ് ട്രഡീഷണൽ മെത്തേഡ്. നമ്മുടെ കുട്ടികളും പഠിക്കുന്ന മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മോണ്ടിസോറി മെത്തേഡ്, നമ്മളുടെ മെത്തേഡ്, ഈ മെത്തേഡ്. അപ്പോ നമ്മള് രണ്ടും തമ്മിൽ കുറച്ച് എന്താണ് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Instead of educational theories, Montessori adopt a specific approach to observe children. Educational theories ഒക്കെ നിലനിൽക്കെ മോണ്ടിസോറി സ്പെസിഫിക് അപ്രോച്ച് ആണ് അഡോപ്റ്റ് ചെയ്തത് ടു ഒബ്സർവ് ചിൽഡ്രൻ, കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നതിൽ. ദിസ് റിസൾട്ട് ഇൻ ഹർ മെത്തേഡ്. നമ്മള് മോണ്ടിസോറി ഒബ്സർവേഷനിലൂടെ ഡിസ്കവറീസിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ മോണ്ടിസോറിക്ക് മനസ്സിലായതെന്നും എന്തെല്ലാം ആണെന്ന് മനസ്സിലായി. ഈ ഒരു ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡിസ്കവറീസ് ആണ് മോണ്ടിസോറിനെ കുറച്ചും കൂടി ഫേമസ് ആക്കിയത്. ദിസ് റിസൾട്ട് ഇൻ ഹർ മെത്തേഡ്, ഇത് നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ കാണാനായിട്ട് പറ്റും. വിച്ച് എയിംസ് ടു ഡെവലപ്പ് ദ ഹോൾ പേഴ്സണാലിറ്റി ഓഫ് ദ ബൈ catalyzing the natural growth and development of them through intellectual activities. നമ്മള് ഒരു കുട്ടിയുടെ, ഒരു ചൈൽഡിന്റെ ഹോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അത് ആ ഒരു ഗ്രോത്തും നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓരോ വർക്ക് കൊടുക്കുന്നതിലൂടെ, മെറ്റീരിയൽസിലൂടെ, അവരെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ആ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഈ കുട്ടികളിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസും കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായി അല്ലെ? കോൺസെൻട്രേഷൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് വർക്ക്, ഡിസിപ്ലിൻ, ഓർഡർ, സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികളിൽ ഈ മോണ്ടിസോറി മെത്തേഡ് എന്താണ്, ട്രഡീഷണൽ മെത്തേഡ് എന്താണെന്നുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിന്റെ ഓപ്പോസിറ്റും കൂടി പറയും. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പോയിന്റ് വായിക്കുമ്പോൾ ട്രഡീഷണൽ മെത്തേഡിന്റെ ഓപ്പോസിറ്റ് പോയിന്റും കൂടി ഞാൻ പറയൂ കേട്ടോ. അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 years സ്പാം ആണ്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? 2 പറയുന്നുണ്ട്. 3 to 6 years. ഓക്കെ, 3 to 6 years സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് 3 to 6 years ആണ്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ വൺ ഏജ്. ഇപ്പോ ട്രഡീഷണൽ മെത്തേഡില് LKG സെയിം ഏജിലെ കുട്ടികളായിരിക്കും, UKG സെയിം ഏജിലെ കുട്ടികളായിരിക്കും അല്ലെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെയിം ഏജിലെ കുട്ടികളായിരിക്കും ഉണ്ടാവുക. പക്ഷെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ചാല് ഓൾഡർ വൺസും യങ്ങർ വൺസും ഒരുമിച്ചായിരിക്കും അല്ലെ? മുതിർന്ന കുട്ടികളുണ്ടാവും, അതിൽ ചെറിയ യങ്ങർ വൺസ് ഉണ്ടാവും. എല്ലാവരും ഡിഫറെന്റ് ഏജിലെ കുട്ടികൾ ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഇനി മോണ്ടിസോറി എഡ്യൂക്കേഷൻ അൺഗ്രേഡഡ് ആണ്. LKG 2.5 years മുതൽ PKG, LKG, UKG എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ മെത്തേഡിൽ ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ട്രഡീഷണൽ മെത്തേഡ് നമ്മുടെ മെത്തേഡിൽ ഗ്രേഡ് ചെയ്യുന്നില്ലേ? PKG, LKG, UKG എന്ന്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗ്രേഡ് ചെയ്യുന്നില്ല, അൺഗ്രേഡഡ് ആണ്. ഓക്കെ, ഇനി ചിൽഡ്രൻ ലേൺ ബൈ ഹാൻഡ്ലിംഗ് ഒബ്ജക്ട് ആൻഡ് ടീച്ചിങ് ദംസെൽസ്. കുട്ടികൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ അവർ സ്വയമേ ആണ്, ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് എവിടെ വരുന്നത്? മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. ഓട്ടോ എഡ്യൂക്കേഷൻ, സ്വയമേ ഓരോ കാര്യങ്ങളും അവർ ലേൺ ചെയ്യാണ് അല്ലെ? ഓരോ കാര്യങ്ങളും അവർ സ്വയമേ മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്ത് സ്വയമേ ആണ് അവർ ലേൺ ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ടീച്ചേഴ്സ് ലെക്ചർ ആണ്, അവിടെ ടീച്ചറാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. PKG ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും LKG മുതൽ ടീച്ചറിന്റെ ലെക്ചേഴ്സ് ഇല്ലേ?
ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, സിലബസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ്. നമ്മൾ മോണ്ടിസോറിയിൽ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ ആയിരിക്കും ഡിഫറെന്റ് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിങ്ക് ടവർ ആണ്. കളർ സെൻസ് ചെയ്യാൻ പറ്റും ഇല്ലേ? കളർ, ആ പിങ്ക് എന്ന് പറയുന്ന കളർ അവർക്ക് മനസ്സിലാക്കും. ഡിഫറൻസ് ഇൻ ഹൈറ്റും വിഡ്ത്തും മനസ്സിലാക്കും. വെയിറ്റ്, സ്മോൾ ബിഗ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ മനസ്സിലാക്കാൻ പറ്റും. കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ഒറ്റ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒരു മെറ്റീരിയൽ അല്ലേ പിങ്ക് ടവർ എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒറ്റ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലേ മെറ്റീരിയൽ ഫോർ നോൺ സ്പെസിഫിക് സ്കിൽസ്. ട്രഡീഷണൽ മെത്തേഡിൽ മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കളിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. അതേപോലെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ഒന്നും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യില്ല. ഇനി മോണ്ടിസോറി മെത്തേഡിൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. അപ്പോ ഓരോ മെറ്റീരിയൽസും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്. ഇൻ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഇൻ ആക്ടിവിറ്റി. ഇപ്പോ ആദ്യം ഒരു കുട്ടി എഴുതാൻ തുടങ്ങാന്ന് വിചാരിക്കും. ആദ്യം റൈറ്റിംഗ് പഠിപ്പിക്കും അല്ലെ? സാധാരണ നമ്മൾ കൈയൊക്കെ പിടിച്ച് നിർബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും ട്രഡീഷണൽ മെത്തേഡിൽ എന്ത് ടീച്ചർ എഴുതാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? ടീച്ചർ പ്രാക്ടീസിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ടോ? ഓക്കെ, അത് നമ്മളുടെ കുട്ടികളെ നമ്മൾ കൈ പിടിച്ച് നിർബന്ധിച്ച് നല്ല ബലം പ്രയോഗിച്ചൊന്നും എഴുതിക്കുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റൈലിസ് പോലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് അവർ തന്നെ സ്വയമേ ഈ ഒരു മസിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാണ്. സോ അതിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാകും. അപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എല്ലാവരും ചെയ്തിട്ടില്ലേ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ നമ്മൾ ആദ്യം ചെയ്യിച്ച മെറ്റീരിയൽ ആണ്. അപ്പോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിലൂടെ ട്രേസ് ചെയ്യും. പിന്നെ കുട്ടികൾ സ്വയമേ എന്ത് ചെയ്യാൻ തുടങ്ങും? ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് തുടങ്ങും. അപ്പൊ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ അത് ഫോളോ ചെയ്യുന്നത്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനൊപ്പം തന്നെ ഫോണറ്റിക് സൗണ്ട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഫോണറ്റിക് സൗണ്ട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫോണറ്റിക് സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ അവര് മൂവബിൾ ആൽഫബറ്റ്സ്, നിങ്ങൾ കണ്ടോ മൂവബിൾ ആൽഫബറ്റ്സ് ഒക്കെ പ്രാക്ടിക്കൽ സെഷൻ സമയത്ത്? ഓക്കെ, മൂവബിൾ ആൽഫബറ്റ്സ് കുട്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ അവർ വേർഡ്സ് ഫോം ചെയ്യും. ക്യാറ്റ്, ബാറ്റ്, അങ്ങനെ ചെറിയ ചെറിയ വേർഡ്സ് ഫോം ചെയ്യും. അത് കഴിയുമ്പോൾ സെന്റൻസ് ഫോം ചെറിയൊരു സെന്റൻസ് പോലെ ദ ക്യാറ്റ്, ദ ബാറ്റ്, അങ്ങനെ ദ കുട്ടി ഫോം ചെയ്യും. അങ്ങനെ ഓരോന്നും ഓരോ സ്റ്റെപ്സിലൂടെ നമ്മൾ കുട്ടികളിൽ എന്ത് ചെയ്യും? ഓരോ മെറ്റീരിയൽസിലൂടെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് ട്രഡീഷണൽ മെത്തേഡിലാവുമ്പോൾ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ മെനി വേ വിത്തൗട്ട് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻസ്. പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരുപാട് മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ചാർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളുടെ മെറ്റീരിയൽസിന്റെ അത്രയും ഓരോന്നിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസോ കാര്യങ്ങളോ ഇല്ല. ഇനി നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ് കറക്റ്റിംഗ് മെറ്റീരിയൽ, കൺട്രോൾ ഓഫ് എറർ. മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ സ്വയമേ തിരുത്തും. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? കൺട്രോൾ ഓഫ് എറർ നമ്മള് ഏതാണ്? ബ്രൗൺ സ്റ്റെയർ ഇല്ലേ? ബ്രൗൺ സ്റ്റെയറിൽ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ. എത്ര പീസസ് ഉണ്ട് ബ്രൗൺ സ്റ്റെയർ? എത്ര പീസസ്? 11. അതിലൊരു മെറ്റീരിയൽ, അതിലേക്കും ലാസ്റ്റത്തെ ആ ഒരു എന്താണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺട്രോൾ ഓഫ് എറർ. അത് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പിങ്ക് ടവർ ആണെങ്കിലും ഓർഡർ തെറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും അത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അവർ സ്വയമേ തിരുത്തും അല്ലെ? അതേപോലെ നോബിൾ സിലിണ്ടേഴ്സ് ആണെങ്കിലും എല്ലാ സിലിണ്ടറും എല്ലാ നോബിലും മാച്ച് ആവില്ല. അപ്പൊ അല്ലെങ്കിൽ എല്ലാ ഹോളിലും മാച്ച് ആവില്ല. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾ വീണ്ടും റിപ്പീറ്റ്ലി ചെയ്ത് അത് കറക്റ്റ് ചെയ്യും. സെൽഫ് എഡ്യൂക്കേഷൻ ആണ് ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽ. നമ്മുടെ മെറ്റീരിയൽസ് സെൽഫ് കറക്റ്റ് ചെയ്യും.
കുട്ടികൾ സ്വയമേ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും അത് ലേൺ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഏതിലുള്ളത്, മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. യൂസ് നമ്മള് ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ യൂസ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ഫോർ മോട്ടിവേഷൻ. മോട്ടിവേഷന് വേണ്ടിയിട്ട് റിവാർഡും പണിഷ്മെന്റും കൊടുക്കുമോ ട്രഡീഷണൽ മെത്തേഡില്? കൊടുക്കൂലേ? റിവാർഡ് പണിഷ്മെന്റ് ട്രഡീഷണൽ മെത്തേഡിൽ കൊടുക്കുന്നില്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ക്ലാസ് ഫസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ബാഡ്ജ് ഒക്കെ കൊടുക്കും. ക്ലാസ് ടോപ്പേഴ്സ് ആണെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ സെയിം ടോപ്പർ ആണെങ്കിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് എന്ത് കൊടുക്കും, ബാഡ്ജ് കൊടുക്കും അല്ലെ. അപ്പൊ അവർക്ക് ഇവിടേക്ക് ബാഡ്ജ് എന്ത് ചെയ്യാൻ പറ്റും, കുത്തിയിട്ടുണ്ടാവും ക്ലാസ് ടോപ്പർ എന്നുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, നന്നായിട്ട് എഴുതിയ കുട്ടിക്ക് 3 സ്റ്റാർ കൊടുക്കും, 3 സ്റ്റാർ ഇട്ട് കൊടുക്കും. അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതിയ കുട്ടിക്ക് 2 സ്റ്റാർ കൊടുക്കും. പിന്നെ ഒട്ടും കുഴപ്പമില്ലാത്ത കുട്ടി, അത്രയും നല്ല രീതിയിൽ എഴുതാത്ത കുട്ടിക്ക് 1 സ്റ്റാർ കൊടുത്തു. ഒന്നും ചെയ്യാത്ത കുട്ടിക്കാണെങ്കിൽ സ്റ്റാർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു എന്താണ്, ഒരു ഡിസ്ക്രിമിനേഷൻ വന്നതുണ്ടോ അല്ലേ? അപ്പൊ നമ്മള് ട്രഡീഷണൽ മെത്തേഡിലാവുമ്പോൾ നമ്മൾ റിവാർഡും പണിഷ്മെന്റും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ചില ആക്ടിലൂടെ നമ്മളത് പ്രകടിപ്പിക്കുന്നുണ്ട്. സ്റ്റാർ ആയാലും ടിക്ക് മാർക്ക് ആയാലും കുട്ടികൾക്ക് അത് ഭയങ്കര വാല്യൂ ആണ് അല്ലെ. അത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ റിവാർഡും പണിഷ്മെന്റും ആണ് മോട്ടിവേഷൻ ആയിട്ട് ട്രഡീഷണൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ സെൽഫ് എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾ സ്വയമേ അവരെ തെറ്റ് തിരുത്തി അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. കുട്ടികളുടേതായ രീതിയിൽ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. കുട്ടിയാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ചൈൽഡിന്റെ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഇന്റലക്ച്വൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ്, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ഓരോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചർക്ക് എന്താണോ അറിവുള്ളത് ആ അറിവായിരിക്കും ടീച്ചർ എന്ത് ചെയ്യുന്നത്, കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്, ടീച്ചർക്കാണ്. മോണ്ടിസോറിയിൽ കുട്ടിക്ക് കൊടുക്കുന്ന കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ടീച്ചർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനി ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടീച്ചറാണ് കരിക്കുലർ ആക്ടിവിറ്റീസും പഠിപ്പിക്കേണ്ട പോർഷൻസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അവിടെ ടീച്ചറാണ് അല്ലെ. ഇന്ന പോർഷൻ എടുക്കണം, ഇന്ന സബ്ജക്ട് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, ടീച്ചറാണ്. ബട്ട് മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ചിൽഡ്രൻ ചൂസ് ദ മെറ്റീരിയൽ. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്കുണ്ട്, കുട്ടികൾക്കുണ്ട് അല്ലെ. ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം, പിങ്ക് ടവർ ചൂസ് ചെയ്യണോ, ബ്രൗൺ സ്റ്റിയർ ചൂസ് ചെയ്യണോ, നോബിൾഡ് സിലിണ്ടേഴ്സ് ചൂസ് ചെയ്യണോ എന്നുള്ള ഫ്രീഡം ആർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. ചിൽഡ്രൻ സെറ്റ് ഓൺ പീസ് എന്നാണ് എഴുതിക്കുന്നത്, പ്ലേസ് പീസ്. ഓക്കെ, 1 മിനിറ്റ് അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. 9th പോയിന്റ് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി 10th വരുമ്പോ ചൈൽഡ് ഫ്രീ ടു ഡിസ്കവർ ഓൺ എന്നുവെച്ചാൽ കുട്ടികൾ സ്വയമേ ഡിസ്കവർ ചെയ്യാണ്. അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർ സ്വയമേ ഡിസ്കവർ ചെയ്ത് അതിലൂടെ അവരെന്ത് ചെയ്യാണ്, ലേൺ ചെയ്യാണ്. ഇവിടെ ടീച്ചർ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ ടീച്ചർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഫുൾ കാര്യങ്ങളും ആര് ഗൈഡ് ചെയ്യും, ടീച്ചർ ഗൈഡ് ചെയ്യും. 11th ചൈൽഡ് കംപ്ലീറ്റ് എ സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂ ഇന്ററപ്ഷൻസ്. എന്ന് വെച്ചാല് കുട്ടിക്ക് കൊടുത്ത ആക്ടിവിറ്റി കുട്ടി സ്വയമേ ആണ് ചെയ്യുന്നത്. നമ്മളത് അതിൽ ഇടപെടില്ല. എന്ന് വെച്ചാൽ ഫ്യൂ ഇന്ററപ്ഷൻ എന്ന് വെച്ചാല് കുട്ടിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫെസിലിറ്റേറ്റർ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ചെയ്യുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യാട്ടോ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചറാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്ററപ്ഷൻസ് ഉണ്ടാവും. കുട്ടിക്ക് തെറ്റുപറ്റിയാൽ നമ്മൾ വീണ്ടും തിരുത്തി നമ്മൾ എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കും, കുട്ടിയുടെ കാര്യത്തിൽ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കും. അവരെ കൊണ്ട് സ്വയമേ ചെയ്യിക്കില്ല, നമ്മളത് പറഞ്ഞു കൊടുക്കും, നമ്മളത് കൈപിടിച്ച് എഴുതിപ്പിക്കും. അങ്ങനെ കൂടുതലായിട്ട് ടീച്ചറിനെ ഫോക്കസ് ചെയ്യാണ്. ഇനി സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽ, മോണ്ടിസോറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സെൽഫ് കറക്റ്റിംഗ് ആണ്. സ്വയം സെൽഫായിട്ട് കുട്ടികൾക്ക് തന്നെ കറക്റ്റ് ചെയ്യും. ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ സ്വയമേ അത് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് അവർക്ക് അറിയാം. പക്ഷെ ഇവിടെ ട്രഡീഷണൽ മെത്തേഡിൽ ആരാ കറക്റ്റ് ചെയ്യണേ, ടീച്ചർ കറക്റ്റ് ദ എറേഴ്സ്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്.
ഇനി ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ദ ക്ലാസ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം, വർക്ക് ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അവർക്ക് എപ്പോ വേണമെങ്കിലും മൂവ് ചെയ്യാം, അവർക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, മൂവ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറി കുട്ടികൾ, മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ, മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുമോ? അവര് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ബെഞ്ചിൽ നിന്നൊന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ പെർമിഷൻ വേണ്ടേ? വേണ്ടേ? ജസ്റ്റ് നമുക്കൊന്ന് ഹാൻഡ് പൊക്കിയിട്ട് വേണം എന്തെങ്കിലും കാര്യങ്ങൾ പോലും പറയാനായിട്ട്. അവിടെ ആ ഒരു ഫ്രീഡം ഇല്ല. ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് ചെയ്യാനുള്ള ഒട്ടും ഫ്രീഡം എവിടെ കൊടുക്കുന്നില്ല, ട്രഡീഷണൽ മെത്തേഡിൽ കൊടുക്കുന്നില്ല. അസൈൻഡ് സീറ്റ്സ് സ്പെസിഫിക് ക്ലാസ് പീരീഡ്. ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ സീറ്റ് കാര്യങ്ങളുണ്ട്. നമ്മൾ അത് അവിടെ അസൈൻ ചെയ്തിരിക്കുന്നു. ആ ഫുൾ ടൈം നമ്മൾ അവിടെ ബന്ധിക്കപ്പെടുകയാണ്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒന്നും നടക്കാതെ അവൻ അവിടെ ബന്ധിക്കപ്പെടുകയാണ്. ഇനി 14th പോയിന്റ് ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. മോണ്ടിസോറിയിൽ ഓരോ കുട്ടികളും ഇൻഡിവിജ്വലി ആണ് നമ്മൾ നോക്കുന്നത്. ഓരോ കുട്ടിയുടെ ഡെവലപ്മെന്റും ഇൻഡിവിജ്വലി ഒബ്സർവ് ചെയ്യുന്നത്. അവൻ വർക്ക് ചെയ്യുന്നതിലൂടെ ഓരോ ആരാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ ലേൺ ചെയ്യുന്നു. അപ്പൊ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് എവിടെയുള്ളത്, മോണ്ടിസോറി എഡ്യൂക്കേഷൻ എങ്കിൽ. ഗ്രൂപ്പ് ലേണിംഗ് ആണ് ട്രഡീഷണൽ മെത്തേഡിൽ. ട്രഡീഷണൽ മെത്തേഡിൽ ഏത് ലേണിംഗ് ആണ്? ഗ്രൂപ്പ് ലേണിംഗ് ആണ്. 15th പോയിന്റ് എംഫസൈസ് ഓൺ കോൺക്രീറ്റ്. ഇവിടെ എന്താണ്, കോൺക്രീറ്റ് ആയിട്ട് കാര്യങ്ങൾ തറവായിട്ട് പഠിക്കുകയാണ്, ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ്. ഇപ്പൊ കൗണ്ടിങ് ആണെങ്കിലും, ഒരു കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്പർ റോഡ് മാത്രം യൂസ് ചെയ്താണ് കൗണ്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ലല്ലോ. നമുക്ക് പിങ്ക് അവർ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, നമ്പർ റോഡ്സ്, ബീഡ്സ്. അപ്പൊ നമ്മളവിടെ കോൺക്രീറ്റ് ആയിട്ടൊരു കാര്യം പഠിക്കുകയാണ്. കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം പെർഫെക്റ്റ്ലി കുട്ടികൾ പഠിച്ചു പോരാണ്, അല്ലെ? എല്ലാവരും വ്യക്തമായിട്ട് അവിടെ പഠിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അബ്സ്ട്രാക്ട് ആണ്. അവർ പഠിപ്പിച്ചിട്ട് നമ്മൾ എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ പോലും അവരെന്താണ് പഠിപ്പിച്ചു കഴിഞ്ഞതെന്ന് അവർ കുട്ടിയുടെ കയ്യിലുള്ള അബ്സ്ട്രാക്ട് എന്താണെന്നാണ് അവിടെ കറക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെറ്റീരിയൽസ് ആയാലും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്തെല്ലാം മെറ്റീരിയൽസ് ആണ്. അതേപോലെ തന്നെ സെൻസറി മെറ്റീരിയൽസ്, സ്മെൽ സിലിണ്ടേഴ്സ്, ടെമ്പറേച്ചർ ടാബ്ലറ്റ്സ്, സൗണ്ട് സിലിണ്ടേഴ്സ്, ഇതെല്ലാം റിയാലിറ്റി ഓറിയന്റഡ് ബേസിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതലും എവിടെ കൊടുക്കുന്നത്, മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നെങ്കിൽ. ട്രഡീഷണൽ മെത്തേഡിൽ മച്ച് റോൾ പ്ലേ, കൂടുതലായിട്ട് റോൾ പ്ലേ, ഫാന്റസി. കാരണം നമ്മൾ ഇമാജിൻ ചെയ്യണം ഇന്നതുപോലെ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അവിടെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ് ഫാന്റസിക്കും എന്താണ് റോൾ പ്ലേക്കാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ, മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റിന് ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്, ഇല്ലേ? മോണ്ടിസോറി ക്ലാസ് റൂമിന് ഓരോ മെറ്റീരിയൽസും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്, സെൻസ് ഓഫ് ഓർഡർ ഉണ്ട്. എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഓർഡർ കാര്യങ്ങളുണ്ട്. സോ കുട്ടികൾ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെയാണ് ഈ മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ആ ഒരു സെൻസ് ഓഫ് ഓർഡർ ആര് മെയിൻറ്റെയിൻ ചെയ്യും? കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യും. അവർക്ക് ആ ഒരു ലൈഫിലും അവരുടെ ലൈഫിലും ആ ഒരു ഓർഡർ അവർ കീപ്പ് ചെയ്യും. റാൻഡം പ്ലേസ്മെന്റ് ആണ്. എല്ലാത്തിനും അതിൻ്റെതായ കറക്റ്റ് പ്ലേസ് ഒന്നും എവിടെയില്ല, ട്രഡീഷണൽ മെത്തേഡിൽ ഇല്ല. നോട്ട് നെസസറി ടു സ്പെസിഫിക് പ്ലേസ്. അപ്പോ സ്പെസിഫിക് പ്ലേസ് വേണം എന്നുള്ളത് ആവശ്യകത അല്ല എന്നാണ് ട്രഡീഷണൽ മെത്തേഡ് പറയുന്നത്. ഇനി റെക്കഗ്നീഷൻ ഓഫ് സെൻസിറ്റീവ് പീരീഡ്. സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖം നോക്കി അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാനും അവന് വേണ്ട ഹെൽപ്പും കാര്യങ്ങളും ടീച്ചർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രൂപ്പ് ലേണിംഗ് ആണ്, അല്ലെ? ഗ്രൂപ്പ് ലേണിംഗ് ആണ്. അപ്പൊ ഓൾ ചിൽഡ്രൻ ട്രീറ്റഡ് അലൈക്ക്, എല്ലാ കുട്ടികളെയും ഒരേപോലെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഓരോ കുട്ടിക്കും അവരുടെ IQ ലെവലും അതേപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിച്ചു കാണും. ഓരോ കുട്ടിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ അത് പരിഗണിക്കുന്നില്ല ഇവിടെ ട്രഡീഷണൽ മെത്തേഡിൽ, അത് പരിഗണിക്കുന്നില്ല. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വലി നമ്മൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ എങ്ങനെയാണ്, ഓൾ ചിൽഡ്രൻസ് ട്രീറ്റഡ് അലൈക്ക് ആണ്. അവിടെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. By choice and out
റിഗാർഡ് ഫോർ അതേഴ്സ്. നമ്മളിവിടെ ക്വൈറ്റ് ആയിരിക്കും കേട്ടോ, സൈലന്റ് ആയിരിക്കും. എന്ന് വെച്ചാല് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവര് നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. ലവേഴ്സ് ഓഫ് സൈലൻസ്. അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ശാന്തരായിരിക്കും. എത്ര ഡിസ്റ്റർബ് ചെയ്താലും അവര് ആ ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് മാറില്ല എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് മോണ്ടിസോറിയുടെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് റിവാർഡ് ഫോർ അതേഴ്സ്, നമ്മൾ ഓരോ വ്യക്തിയുടെയും ഓരോ വ്യക്തിനെ നമ്മൾ കൺസിഡർ ചെയ്യും, ഓരോ കുട്ടിയുടെ വർക്ക് റെസ്പെക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ട്രഡീഷണൽ മെത്തേഡിൽ ക്വൈറ്റ് ആയിരിക്കും, സൈലന്റ് ആയിരിക്കും അല്ലെ, പക്ഷെ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടല്ലേ ഫോളോ ചെയ്യുന്നത്. സ്ട്രിക്റ്റ് സൈലൻസ് അല്ലേ ഫോളോ ചെയ്യുന്നേ. വെച്ചാല് ഭയങ്കര സൈലൻസ് ആയിരിക്കും. നമ്മള് ചില ക്ലാസ്സുകളിലൊന്നും മലയാളത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല. അതിന് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. ചില സ്കൂളുകൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെ കോമ്പൗണ്ടിന്റെ അകത്ത് മലയാളം സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും കാര്യങ്ങളാണ് അവരവിടെ ഫോളോ ചെയ്യുന്നത്. ഇൻ 21st പോയിന്റ്, എൻവയോൺമെന്റ് പ്രൊവൈഡ് ഡിസിപ്ലിൻ. മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെയാണ് അവർ ഡിസിപ്ലിൻ പഠിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിനും കാര്യങ്ങളും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ അവർ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയായി മാറും, ഡിസിപ്ലിൻഡ് ചൈൽഡ് ആയിട്ട് മാറും. ഇനി ഇവിടെ ട്രഡീഷണൽ മെത്തേഡില് ടീച്ചേഴ്സ് പ്രൊവൈഡ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ആരാണ്? ടീച്ചർ ആയിരിക്കും. കുട്ടികൾ അനങ്ങാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, സൈലന്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിസിപ്ലിൻഡ് ആക്കുന്ന ആരാണ്? ടീച്ചർ ആയിരിക്കും. 22nd പോയിന്റ്, മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്. കുട്ടികള് സെൽഫ് ഡെവലപ്ഡ് ആയിട്ടാണ് മോട്ടിവേറ്റ് ആവുന്നത്. ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നു, സക്സീഡ് ചെയ്യുമ്പോൾ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് മാറാണ്. ദെൻ 22 എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് മോട്ടിവേറ്റഡ്. ടീച്ചറാണ് അവിടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. റിവാർഡും പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടീച്ചറാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇനി മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ടീച്ചർ എന്ന് പറയുന്നത് ഒബ്സർവർ ആൻഡ് ഡയറക്ടർ മാത്രമാണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുന്ന വ്യക്തി മാത്രമാണ് ആര്? ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിൽ ഏറ്റവും ഫോക്കൽ പോയിന്റ് ആരാണ്? ടീച്ചറാണ്. ആൻഡ് ഡൊമിനന്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആർക്കാണ്? ടീച്ചർക്കാണ്. ഓക്കെ. വർക്ക് ഫോർ ജോയ് ഓഫ് വർക്കിംഗ്. കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. ആൻഡ് സെൻസ് ഓഫ് ഡിസ്കവറി. അവർ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡില് വർക്ക് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു. അവർ ചെയ്യണം, ഇന്ന വർക്ക് ചെയ്യണം എന്ന് നിർബന്ധം പറയുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇനി മോണ്ടിസോറി മെത്തേഡില് എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാര് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു എൻകറേജ്മെന്റ് കാര്യങ്ങളാണ് മോണ്ടിസോറി മെത്തേഡിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഹെൽപ്പും ആരിൽ നിന്നാണ് സീക്ക് ചെയ്യുന്നത്? ടീച്ചറിൽ നിന്നാണ് സീക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്ത് മിസ്റ്റേക്ക് വന്നാലും അത് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ടീച്ചർ ആയിരിക്കും കേട്ടോ. ഇതിലൊന്ന് വായിച്ചു നോക്കൂ. ഈ പോയിന്റ്സും മോണ്ടിസോറി എഡ്യൂക്കേഷൻ എഴുതിയ പോയിന്റും നെക്സ്റ്റ് പേജിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. വായിക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്ത് വായിക്കുന്നതല്ലായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഫസ്റ്റ് പോയിന്റ് വായിച്ചിട്ട് അടുത്ത ട്രഡീഷണൽ മെത്തേഡിന്റെ ഫസ്റ്റ് പോയിന്റ് വായിക്കണം. അതാകുമ്പോൾ ഈസിലി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫുള്ള് റീഡ് ചെയ്തിട്ട് അടുത്ത പോയിന്റ് വായിക്കുമ്പോൾ ഡൗട്ട് വരും. അപ്പൊ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ 3 years സ്പാം എന്ന് റീഡ് ചെയ്ത് നെക്സ്റ്റ് ഓൾ 1 age വായിക്കാം. അൺഗ്രേഡഡ് വായിച്ചിട്ട് ഗ്രേഡഡ് വായിക്കാം. അങ്ങനെ വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. സിമ്പിൾ ആണ് ചാപ്റ്റർ. ഒത്തിരി ക്വസ്റ്റ്യൻ ഒന്നും വരാത്ത ഒരു ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ.
വായിച്ചു നോക്കിയോ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഇത്തിരി ടഫായിട്ടുള്ള ചാപ്റ്റർ അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോ വല്ല കമ്പാരിസൺ ചോദിച്ചാല് വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡിങ് ഇൻ ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണോ അത്? ഞാനല്ലേ ഈ ഒരു ചാപ്റ്ററിലെ ഏത് യൂണിറ്റ് 2 എല്ലാ പോർഷനും എടുത്തതിന് ശേഷം മോണ്ടിസോറിയിൽ വരുന്ന പോർഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെമിനാർ തരാം, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നോർമലൈസേഷൻ ആണല്ലേ. നോർമലൈസേഷൻ അത് ഇന്ന് ഫസ്റ്റ് ഞാനത് എടുക്കാൻ പോയതാണ്. ഞാൻ വിചാരിച്ചു ആ ഒരു പോർഷൻ ആയി എന്ന് ഓർത്തു. കാരണം നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാച്ചിന്റെ ഒക്കെ ആ ഒരു പോർഷൻ എത്തി എന്റെ. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആ ഒരു പോർഷനിലേക്ക് എത്തി എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. അപ്പോ എന്താണ് ഡീവിയേഷൻ എന്ന് ആദ്യം പറയാം. നമ്മള് ഒരു കുട്ടി ആ നോർമൽ വർക്കിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ നോർമൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്റ്റേജിലും സംഭവിക്കാവുന്ന ഒരു നോർമൽ ഫിനോമിന മാത്രമാണ് എന്ത് ഡീവിയേഷൻ. ഇത് കുട്ടികളിൽ എപ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാച്ചുറൽ ലവ് അല്ലെങ്കിൽ അവർക്ക് സ്നേഹവും അഫെക്ഷനും ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ കുട്ടികൾ ഡീവിയേറ്റഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്, ഡീവിയേഷൻസ് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുമല്ല ഡീവിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ഈ സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റൻഷന് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാല് ഇപ്പോ എന്താ പറയാ, പൊസസീവ്നെസ് കാണിക്കും ചില കുട്ടികൾ, അല്ലെങ്കിൽ ഭയങ്കര കുറുമ്പ് കാണിക്കും അല്ലെ, ഭയങ്കര നോട്ടി ചൈൽഡ് ആയിരിക്കും ചില കുട്ടികൾ. നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇനി ടീച്ചിങ് പ്രാക്ടീസിനും അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഡിഫറെന്റ് ക്യാരക്ടറുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഓരോ കുട്ടികളും ഓരോ എക്സാമ്പിൾ ആയിരിക്കും. മെന്റലി ഡിഫറെന്റ് ആണ് ഓരോ കുട്ടികളും. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടികളും മെന്റലി ഒന്നിൽ നിന്ന് മറ്റൊന്ന് വളരെ മെന്റലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ റീസൺ എന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട്, അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് കുട്ടികളിൽ സംഭവിച്ചിരിക്കുന്നത്, അതിന്റെ റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കണം. ചിലപ്പോ അവർക്ക് സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളും ഒന്നും കിട്ടാതെ വരുമ്പോഴും ആയിരിക്കും അവർ ഈ കാണിക്കുന്ന കുറുമ്പും കാര്യങ്ങളൊക്കെ. അപ്പോ മോണ്ടിസോറി നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത് കേട്ടോ. Dr. Montessori discovered that a new normalized children would frequently emerge as the result of being in complete harmony with his entire environment. എങ്ങനെയാണ് നോർമലൈസ്ഡ് ചിൽഡ്രൻസ് രൂപം കൊള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ എൻവയോൺമെന്റ് ആയിട്ട് ഹാർമണി, ഐക്യം വരുമ്പോഴാണ്, കംപ്ലീറ്റ് ഹാർമണി വരുമ്പോഴാണ് അവർ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്. എന്നുവെച്ചാല് നമ്മളുടെ ആ നോർമൽ ലൈനിലേക്ക് അവർ വരുന്നത്. ഷീ ഡെവലപ്പ് ഹർ മെത്തേഡ് ബേസ്ഡ് ഓൺ ഡിസ്ക്ലോഷർ. കുട്ടികളിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു മെത്തേഡ്, ഈ ഒരു നോർമലൈസേഷനെ മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഡിസ്കവറി മോണ്ടിസോറി മനസ്സിലാക്കിയിരിക്കുന്നത് നോർമലൈസേഷനിലൂടെയാണ്. എന്നുവെച്ചാല് ഒരു കുട്ടി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവൻ നോർമൽ ചൈൽഡ് ആവണമെന്നില്ല. മേ ബി അവനിൽ ചെറിയ ഡീവിയേഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ മെറ്റീരിയൽസ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ മെന്റൽ കോൺസെൻട്രേഷൻ, ലവ് ഓഫ് സൈലൻസ്, ലവ് ഓഫ് ഓർഡർ, റിപ്പീറ്റേഷൻ, ലവ് ഓഫ് വർക്ക്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഈ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നു. അതിലൂടെ അവർക്ക് വരുന്ന മാറ്റം, ആ ചേഞ്ചസ് സംഭവിക്കുന്നു. ആ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ പറയുന്ന പേരാണ് നോർമലൈസ്ഡ് ചൈൽഡ് അല്ലെങ്കിൽ നോർമലൈസേഷൻ. ആ ഒരു ചേഞ്ചസിന് നമ്മൾ പറയുന്ന പേരാണ് നോർമലൈസേഷൻ. ഓക്കെ. Dr. Montessori described that a new normalized child would frequently emerge as a result of being in complete harmony with his entire environment.
മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് ഒരു ഫുൾ ഹാർമണിയിൽ വരുമ്പോൾ, കംപ്ലീറ്റ് ഹാർമണിയിൽ വരുമ്പോൾ ആ കുട്ടികളിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഷീ ഡെവലപ്പ് ഹർ സ്പെഷ്യൽ മെത്തേഡ് ബേസ്ഡ് ഓൺ ദിസ് ഡിസ്ക്ലോഷർ. ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ബേസിലാണ് മോണ്ടിസോറിയുടെ സ്പെഷ്യൽ മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മോണ്ടിസോറി ഡിസ്ക്രൈബ് ദിസ് പ്രോസസ് ഓഫ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ദ ചൈൽഡ് ആസ് നോർമലൈസേഷൻ. കുട്ടികളിൽ വരുന്ന ഈ ഫണ്ടമെന്റൽ ചേഞ്ച്, ഈ മാറ്റത്തെയാണ് നോർമലൈസേഷൻ എന്ന് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, എപ്പോ മുതലാണ് കുട്ടികൾ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത് നമുക്ക് നോക്കാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വർക്ക് ചെയ്യുമ്പോൾ അവൻ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ മെന്റൽ എനർജി അല്ലെങ്കിൽ അവന്റെ മൈൻഡും ബോഡിയും ഒരു സ്ഥലത്തായിരിക്കണം അല്ലെ. അറ്റേ പ്ലേസിലാണെങ്കിൽ മാത്രമേ അവൻ ആ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒത്തിരി പേരില്ല എന്നാലും കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തമ്പയക്കണം. അല്ല അവരുടെ മൈൻഡിലേക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവര് തമ്പ് ബാക്കിലേക്ക് അയക്കണം. ഓക്കെ, ആരൊക്കെയാണ് ചിന്ത വന്നിട്ടുണ്ട്? ചിന്ത വന്നിട്ടുണ്ട്. സുബിത ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആര് കേട്ടുകൊണ്ടിരിക്കുകയാണ്? ഓക്കെ, എനിക്കും സംഭവിക്കാം. എനിക്കും ചില സമയത്ത് ഡീവിയേഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് ക്ലാസ് എടുക്കുന്നതിന്റെ സമയത്ത് പെട്ടെന്ന് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ചിന്തിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെറിയ ഡീവിയേഷൻസ് ആണ്, നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ്. പെട്ടെന്ന് നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, പെട്ടെന്ന് ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ നോർമൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എപ്പോഴാണ് ഇത് കോംപ്ലിക്കേഷൻ ആവുന്നത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് ഇപ്പോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടേം എക്സാം വരും. അത് കഴിയുമ്പോൾ മെയിൻ എക്സാം വരും അല്ലെ. ആ സമയം ആവുമ്പോൾ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും കേട്ടോ. പഠിക്കാൻ വേണ്ടി ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഫോണിലൊരു മെസ്സേജ് വരുന്നത്. സോ അപ്പൊ ഒരു മെസ്സേജ് അല്ലേന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഫോൺ എടുക്കും, വാട്സപ്പ് നോക്കും, മെസ്സേജ് വരുന്നു, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് പോയി. മനസ്സിലായോ? നമ്മൾ അതിലേക്ക് തിരിഞ്ഞു പോവാണ്. കുട്ടികളിൽ ഇന്ന് ഈ മൊബൈൽ അഡിക്ഷൻ വളരെ കൂടുതലാണ് അല്ലെ. മൊബൈല് കൂടുതലായിട്ട് യൂസ് ചെയ്ത് അവര് റിയൽ വേൾഡിനേക്കാളും കൂടുതൽ അവർക്ക് ഇഷ്ടം ഈ സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാർട്ടൂണും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. റിയാലിറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതാണ്, ഫോണാണ് അല്ലെ. അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ്. വൺ ഓഫ് ദ മെയിൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളിൽ കാണുന്ന വൺ ഓഫ് ദ മെയിൻ ഡീവിയേഷൻ ആണ് ഫോൺ, മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് അത് ആ നോർമൽ വർക്കിങ്ങിനെ അത് ബാധിക്കുമ്പോഴാണ് അവർ ഡീവിയേറ്റഡ് ആവുന്നത്. നമുക്കറിയാലോ, ഒരു വ്യക്തി പെർഫെക്റ്റ് ആവണമെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഡയലോഗാണ്, മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി അവനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ വർക്ക് ചെയ്യണം. വർക്കിലൂടെ മാത്രമാണ് ഒരു വ്യക്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ അതിന് വേറൊരു ഡയലോഗാ പറയാറ്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മൾ എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. നമുക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ് ഇത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും നേരത്തെ വരാൻ നോക്കണം. കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. നേരത്തെ എല്ലാവരും ക്ലാസ്സിൽ കയറണം. രാജലക്ഷ്മി ഉണ്ടായിരുന്നു അത് തന്നെ. മാക്സിമം ഒരു 35 ആവുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 35 ആവുമ്പോൾ നിങ്ങൾ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാവണം. ഓക്കെ, 135-നുള്ളിൽ എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടാവണം. പിന്നെ പ്രെയർ, ആരെങ്കിലും ഒരാള് പ്രെയർ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. 5 പേരുള്ളെങ്കിലും 5 ദിവസം ഓരോരുത്തരും മാറി മാറി പ്രെയർ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പ്രെയർ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ പിന്നെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ മിസ് അന്ന് പ്രെയർ പറയാൻ പറഞ്ഞത് നന്നായിട്ട് പ്രെയർ പറയായിരുന്നു, അല്ലെ സൈൻ ഇൻ ഇങ്ങനെ പറയായിരുന്നു, അല്ലെ സൈൻ ഔട്ട് ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അപ്പോഴേക്കും നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയും. അപ്പോൾ നമുക്ക് ആ കിട്ടിയിരിക്കുന്ന അവസരങ്ങളാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇന്ന് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ഇന്ന് തന്നിരിക്കുന്ന ഞാൻ കംപ്ലീറ്റ് ചെയ്ത 2 ചാപ്റ്റേഴ്സ് ആണ്, യൂണിറ്റ് 1 and 2. അതിന് 2നെയും മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ.
ഓക്കെ. മാം സെമിനാർ അവതരിപ്പിക്കണോ സെക്കൻഡ് ചാപ്റ്ററിന്റെ അടുത്ത ക്ലാസ്സിൽ? അങ്ങനെ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് പറയാടാ, പോർഷൻ കംപ്ലീറ്റ് ആയിട്ടേ പറയാട്ടോ. കാരണം നമുക്ക് ഈ നോർമലൈസേഷൻ ഡീവിയേഷനും അടുത്തൊരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ധാരണ വരും. എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി ചാപ്റ്റർ 2 സെമിനാർ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ, മാക്സിമം മുടങ്ങാതെ തന്നെ ക്ലാസ്സിൽ കയറാൻ നോക്കാം കേട്ടോ. ഓക്കെ മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.